ആലപ്പുഴയിലെ വ്യത്യസ്ത സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണ പരിപാടികളിലാണ് ഓരോ മുന്നണിയും ഗുജറാത്തി സമൂഹത്തിൽ നിന്നുള്ളവരുടെ വോട്ട് നേടാൻ ആ ഭാഷയിൽ തന്നെ ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടെ മഹാഭാരത യുദ്ധം പൂർണ്ണമാവുകയാണ്. ഈ റിപ്പോർട്ടിന് ശേഷം ഒരു ചെറിയ ഇടവേള, തുടർന്ന് ന്യൂസ് ടുഡേയുമായി ബിനിൽ പോത്തൻ ബാബു എത്തും. നമസ്കാരം. വ്യത്യസ്തമായ ഭാഷാ സമൂഹങ്ങളുള്ള പട്ടണമാണ് ആലപ്പുഴ. ഇവിടെ ഗുജറാത്തി കുടുംബങ്ങളുമുണ്ട്. 50ഓളം കുടുംബങ്ങൾ ഉള്ള ഒരു സമൂഹമാണ് ഗുജറാത്തികളുടേതായി ഇവിടെയുള്ളത്. ഈ ഗുജറാത്തികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ചുവരെഴുത്തുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മുടെ ഒരു നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായ റീഗോ രാജുവിനോട് ചോദിക്കാം. റീഗോ ഒരു ഗുജറാത്തി പശ്ചാത്തലമുള്ള ആളാണ്. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? ആലപ്പുഴ സംസദീയ മദ്വിസ്താരണ UDF ഉബേദ്വാർ KC വേണുഗോപാലിനെ പഞ്ചാ ചിന്നിപ്പർ മത് അഭി ജിതാവോ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ശ്രീ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിനെ കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓഡിയൻസ് ഉണ്ടോ? ഇവിടെ ഒത്തിരി ഉണ്ട്. ഇവിടെ ഗുജറാത്തി കുടുംബങ്ങൾ 50ഓളം കുടുംബങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. മുൻപ് ഇതിൽ 100-ലധികം ഉണ്ടായിരുന്നതാണ്. ആ കുടുംബങ്ങളിലേക്കുള്ള ഞങ്ങളുടെ ഒരു സ്വാധീനം ചെല്ലുവാൻ അവർ സ്ഥിരമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നവരാണ്. എന്നാൽ രാഷ്ട്രീയങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാ രീതിയിലുമുള്ള പ്രചരണത്തിലൂടെ ദേശീയ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ പ്രാധാന്യവും കൃത്യമായി അവരെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഗുജറാത്തി ഭാഷയിലുള്ള പ്രചരണത്തിനും കൂടി ഞങ്ങൾ തുടക്കമിട്ടിട്ടുള്ളത്. ഈ ഇവിടെ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടിയാണല്ലോ ചുവരെടുത്ത്. അപ്പം ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചുവരെടുത്തുണ്ടോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ എഴുതിയതായിട്ട് കണ്ടിട്ടില്ല. ഇതിനു മുൻപും കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗുജറാത്തി സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചുവരെടുത്താണ്. നേരത്തെ റീഗോ പറഞ്ഞതുപോലെ എല്ലാ സമൂഹങ്ങളെയും പരിഗണിക്കുന്നു എന്ന ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഇത്തരമൊരു ചുവരെടുത്ത് ഇവിടെ രേഖപ്പെടുത്തിയത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ.